നമസ്കാരം. ഇസ്രായേലും അമേരിക്കയും തങ്ങൾക്കു നേരെ വന്നാൽ ഏതറ്റം വരെയും പോയി തിരിച്ചടിക്കുമെന്ന ഉഗ്രശപഥമെടുത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ഭയാനകമായ യുദ്ധ സാഹചര്യം ഉടലെടുക്കുന്നു എന്ന വ്യക്തമായ സൂചനകൾ പുറത്തു വരികയാണ്. അതിന് കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പരിശോധിക്കുന്നത്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. എന്തുകൊണ്ടാണ് അമേരിക്ക ഉത്തര കൊറിയയെ ആക്രമിക്കാത്തത്? ഉത്തര കൊറിയയോട് ഒരുപാട് വിരോധവും നീരസവും അതൃപ്തിയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും ഒരു തുറന്ന പോരിലേക്ക് ഉത്തര കൊറിയയെ ക്ഷണിക്കുന്നില്ല. അതിനുള്ള കാരണം ഉത്തര കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭരണം അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നാണ് അമേരിക്ക കരുതുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പക്കൽ ആണവായുധങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉത്തര കൊറിയയ്ക്ക് നേരെ ഉണ്ടായാൽ ഉത്തര കൊറിയ ഏത് വിധത്തിൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചടിക്കുമെന്നും അത് ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എന്നതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാനും എത്തപ്പെട്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഒരു ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന സൂചനകൾ ഇതോടകം പുറത്തു വന്നിട്ടുണ്ട്. അതായത് റഷ്യയുമായി ചേർന്നുകൊണ്ട് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തി എന്ന് പറഞ്ഞതിന് ശേഷം വലിയ തോതിലുള്ള ആണവ പരീക്ഷണങ്ങളാണ് ഇറാനിൽ നടന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇതിനിടയിൽ ഇറാനും റഷ്യയും തമ്മിൽ ചില നിർണായക കരാറുകളിൽ ഒപ്പുവെക്കുകയും കൂടുതൽ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇറാനിൽ ആരംഭിക്കുകയും ചെയ്തു എന്ന അഭ്യൂഹങ്ങളും ചില വാർത്തകളും പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതോടകം ഇറാന് യുറേനിയം ആവശ്യത്തിന് സമ്പുഷ്ടീകരിക്കാനും അത് വെച്ച് ഒരു ആണവശക്തിയായി മാറാനും കഴിഞ്ഞിട്ടുണ്ടാകും എന്ന ഭീതിയാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഒരുപോലെ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം ഇതിനോടൊപ്പം തന്നെ, അതായത് ഇതേ സമയത്ത് തന്നെ ഇറാൻ ഇസ്രായേലിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ കഴിയുന്ന ചില നിർണായകമായ ആയുധങ്ങൾ തദ്ദേശീയമായി സംഭരിച്ചു കഴിഞ്ഞു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാസം അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കാണാൻ തീരുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ച എത്രയും വേഗം നടത്തണമെന്ന നിർബന്ധം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഒടുവിൽ ട്രംപ് അതിന് സമ്മതിക്കുകയായിരുന്നുവെന്നും ആ കൂടിക്കാഴ്ചയുടെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ ഇറാൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുക എന്നതാണ് എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നത്. അത് ട്രംപുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരമാണ് എന്നു തന്നെ അവർ പറയുമ്പോൾ ഏത് നിമിഷവും ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകും എന്ന ഭീതി കഴിഞ്ഞ 2 ദിവസമായി പശ്ചിമേഷ്യയിലെമ്പാടും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇറാൻ പറയുന്നത് ഏത് നിമിഷവും ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, ഇങ്ങനെയൊരു യുദ്ധം തന്നെയാണ് ഞങ്ങളും കാത്തിരുന്നത്, ഞങ്ങളുടെ കരുത്ത് എന്താണെന്ന് പ്രകടിപ്പിക്കാനും ഞങ്ങളുടെ ശത്രുക്കളെ അത് ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയാൽ സാധിക്കും എന്ന ഉത്തമ ബോധ്യമുണ്ട് എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇറാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിശബ്ദമായിരിക്കുകയാണ്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങളോ ഏതെങ്കിലും വിഷയത്തിൽ നിലപാട് പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഗസ വിഷയത്തിൽ തന്നെയായാലും തീവ്രമായ ഇടപെടലുകളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഗസയിൽ തന്നെ ഇസ്രായേൽ കാര്യമായൊന്നും ചെയ്യുന്നുമില്ല. കാരണം ഹമാസിൻ്റെ 70% ഗർത്തങ്ങൾ ആക്റ്റീവാണ്. അവിടേക്ക് ആക്രമണങ്ങൾ നടത്താനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ പലപ്പോഴും തകരുകയാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് ബന്ദികളെ വിട്ടുകിട്ടിയത് കൊണ്ട് തന്നെ കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് പോകുന്നത്, കൂടുതൽ യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്ര നല്ലതിനല്ല എന്ന നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേലിൽ ജനങ്ങൾ ബന്ദികൾ തിരികെ വന്നതോടെ സംതൃപ്തരാണ്. ഇനിയും യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അതിന് ജനങ്ങളോട് ന്യായീകരണം പറയാൻ നെതന്യാഹുവിന് കഴിയില്ല.
എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ, അടുത്ത തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ആഭ്യന്തരമായി നെതന്യാഹുവിന് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളായി നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഗസയുടെ പേര് പറഞ്ഞ് ഗസയിലേക്ക് ആക്രമണം നടത്തി വീണ്ടും പല തിരിച്ചടികളും ഉണ്ടായി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ തകർക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ വ്യാപകമായി ഇത് ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ എന്ന ടാർഗറ്റിലേക്ക് നെതന്യാഹു എത്തുന്നത്. കാരണം യുദ്ധമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നെതന്യാഹു അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ നമുക്കറിയാം. അവിടെ സുപ്രീം കോടതി പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ മാത്രമേ ആ യുദ്ധത്തിൻ്റെ തലവൻ എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ നെതന്യാഹുവിന് ഇളവുകൾ ആവശ്യപ്പെടാൻ കഴിയൂ, അല്ലെങ്കിൽ ഹാജരാകുന്നത് ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് നെതന്യാഹുവിന് മാറി നിൽക്കാൻ കഴിയൂ, നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിന് യുദ്ധം വേണം എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അത് ചിന്താഗതി മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ നെതന്യാഹു അകത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെതന്യാഹു എപ്പോഴും യുദ്ധത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നെതന്യാഹു യുദ്ധം ചെയ്യണമെന്ന ആഗ്രഹത്തെക്കാൾ ഉപരി ഇറാൻ്റെ വളർച്ചയാണ് നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ച് വലിയ ആക്രമണങ്ങൾ ഇറാനിൽ നടത്തി. അതിനുശേഷം അമേരിക്ക പറഞ്ഞത് അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ ഇല്ലാതായി, ആണവ കേന്ദ്രങ്ങൾ തകർന്നു എന്നാണ്. പക്ഷേ ഇറാൻ അതിനെ നിരാകരിച്ചു, പരിപൂർണമായും നിരാകരിച്ചു. അതുകൊണ്ട് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഇനിയും ആണവ പരീക്ഷണങ്ങൾ നടത്തും, റഷ്യയുടെ പിന്തുണയുണ്ട്, കൂടുതൽ ആണവ കേന്ദ്രങ്ങൾ തുറക്കും, റഷ്യയുടെ ജീവനക്കാർ വന്ന് പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങൾ പോലും ഇറാനിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസക്കാലമായിട്ട് ഇറാൻ ഈ ആണവോർജ പ്രവർത്തനങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടെ ഒരു വശത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം, അതായത് ഇസ്രായേലിനുള്ളിലേക്ക് അവരുടെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് ആഴത്തിൽ പതിക്കുകയും സ്ഫോടനങ്ങൾ നടത്തുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്ത ബാലിസ്റ്റിക് മിസൈലുകളുടെ ഏറ്റവും പുതിയ ശ്രേണി ഇപ്പോൾ ഇറാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇസ്രായേലിനെ നടുക്കിയ ആക്രമണം നടന്നപ്പോൾ ഇറാൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ശ്രേണിയിലെ ഒരു മീഡിയം റേഞ്ച് അല്ലെങ്കിൽ ലോ റേഞ്ച് ആയുധങ്ങളാണ്, ഹൈ റേഞ്ച് ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിൽ വേറെയുണ്ട്, കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഇത് പ്രയോഗിക്കേണ്ട സമയമാകുമ്പോൾ പിന്നാലെ പ്രയോഗിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്ക പൊടുന്നതിനെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിപൂർണമായി പരിഹരിക്കണം എന്ന നിലയിലേക്ക് പോയത്. പക്ഷെ ഇപ്പോൾ ഇറാൻ കരുത്തരായിരിക്കുന്നു, തങ്ങൾക്കെതിരായ ആയുധങ്ങൾ കൂടുതലായി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്, ആണവ ശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നെതന്യാഹു നേരെ ട്രംപിനടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ട്രംപ് വിഷയത്തിൽ ഇടപെട്ടാൽ ഒരു പക്ഷേ ഇറാൻ പിന്നോട്ട് പോകും എന്നൊരു ചിന്താഗതിയാണ് ഇസ്രായേലിനുള്ളതെങ്കിൽ അങ്ങനെ ഒരു പിന്നോട്ട് പോക്കിന് തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ മിസൈൽ പദ്ധതി ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ ചർച്ചയ്ക്കുള്ള വിഷയമല്ല എന്ന് അവരുടെ ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടിയാണ്. ഇസ്രായേൽ ഞങ്ങളുടെ പ്രതിരോധ കാര്യത്തിലോ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലോ ഇടപെടേണ്ടതില്ല. ഞങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി ഞങ്ങളിവിടെ പലതരത്തിലുള്ള മിസൈലുകൾ ഉണ്ടാക്കും, പലതരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കും. അത് ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതിൽ അഭിപ്രായം പറയാൻ ഇസ്രായേൽ ആരാണ്? ഇവിടേക്ക് എത്തി നോക്കാൻ ഇസ്രായേലിന് എന്ത് അധികാരമാണ് എന്നാണ് കൃത്യമായി ഇറാൻ ചോദിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ജൂണിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയത് പരാജയപ്പെട്ടൊരു പരീക്ഷണമായിരുന്നു. ഇസ്രായേലിൻ്റെ ഏത് നീക്കങ്ങൾക്കെതിരെയും ഞങ്ങൾ സജ്ജരാണ്, ഇസ്രായേൽ ഇങ്ങോട്ടേക്ക് വന്നാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഞങ്ങൾക്കും സാധിക്കും, അതിനുള്ള സകല സന്നാഹങ്ങളും തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇറാൻ പ്രതികരിക്കണമെങ്കിൽ തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ ബലിസ്റ്റിക് മിസൈലുകൾക്കപ്പുറത്തേക്ക് വലിയ ആണവ ആയുധങ്ങളടക്കമുണ്ടോ എന്ന അഭ്യൂഹം ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ അത്രയും ധൈര്യത്തിൽ ഇറാനെ കയറി അടിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നുള്ള ചോദ്യവും ഉടലെടുക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇസ്രായേലിന് ഇറാൻ ഉയർത്തുന്ന ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഇറാൻ ആയുധങ്ങൾ സജ്ജമാക്കുന്നത് തങ്ങൾക്ക് നേരെയാണ് എന്ന ഭീതി ഇസ്രായേലിനുണ്ട്. ആണവരാജ്യമായി ഇറാൻ മാറിയാൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇസ്രായേൽ തന്നെയായിരിക്കും. അവരുടെ സുരക്ഷിതത്വം ഇല്ലാതാകുമെന്ന ഭീതി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ അങ്ങോട്ട് കയറി ആക്രമിച്ച് ഇറാനെ നിലയ്ക്ക് നിർത്താം എന്ന ഒരു ഉപായമാണ്
ശരിക്കും പറഞ്ഞാൽ നെതന്യാഹു ഇപ്പോൾ ട്രംപിനോട് പറയാൻ പോകുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അതിനോട് ട്രംപ് എങ്ങനെ പ്രതികരിക്കും, അമേരിക്കയുടെ നിലപാട് എങ്ങനെയായിരിക്കും എന്നതാണ് നിർണായകം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തര കൊറിയയുടെ ഒരു കാര്യമുണ്ട്. ഉത്തര കൊറിയയെ സംബന്ധിച്ച് അമേരിക്ക പല രാജ്യങ്ങളെയും, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല രാജ്യങ്ങളെയും ആക്രമിച്ചെങ്കിലും ഉത്തര കൊറിയയെ അമേരിക്ക ആക്രമിച്ചിട്ടില്ല. റഷ്യയ്ക്ക് നേരെ നേർക്കുനേരെ ഒരു ആക്രമണത്തിന് പോയിട്ടില്ല. കാരണം ഇതൊക്കെ ആണവ രാജ്യങ്ങളാണ്. അപ്പോൾ ആണവ രാജ്യങ്ങളുമായി യുദ്ധത്തിന് പോകുമ്പോൾ തീർച്ചയായും ട്രംപിന് അമേരിക്കയ്ക്ക് ഭയമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം അത് ഖത്തറിലാണ്. ആ ഖത്തറിലെ സൈനിക താവളത്തിലേക്ക് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി വിജയിപ്പിച്ച രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കരുത്തിൽ വലിയ സംശയമൊന്നും അമേരിക്കയ്ക്കുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇറാന് നേരെ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേലിനൊപ്പം അമേരിക്ക തയ്യാറാകുമോ എന്ന ചോദ്യവുമുണ്ട്. എന്തായാലും ഇറാൻ്റെ മണ്ണിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇസ്രായേൽ ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ അമേരിക്ക വിലക്കിയിട്ടും ഇസ്രായേൽ അങ്ങനെ പോവുകയാണെങ്കിൽ ഇസ്രായേലിനുള്ള തിരിച്ചടി ഭയാനകമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് സമീപകാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൂടുതൽ കരുത്തരായി ഇറാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചടിയുടെ ആഘാതം കൂടും, കാഠിന്യം കൂടും. അത് ഇസ്രായേലിൻ്റെ തകർച്ചയിലേക്ക് പോലും നയിക്കുമോ എന്നുള്ള വീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിദേശകാര്യ വിദഗ്ധരുമൊക്കെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ഇസ്രായേലിൻ്റെ ആളുകളോട്, ജൂതരോട് തിരികെ തങ്ങളുടെ രാജ്യത്തേക്ക് വരൂ എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതും ഈ യുദ്ധം കലക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യ ഏറെക്കാലം സമാധാനപരമായ നിലയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അതിന് ഭംഗം വരുത്തുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിന്നൽ നീക്കമുണ്ടായിരിക്കുന്നു. അതിനെ ആളിക്കത്തിക്കുന്ന വിധത്തിൽ ഇറാനും പ്രതികരിച്ചതോടെ പ്രകോപനം ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്.